എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, ഈ ചായ തരൽ നമുക്കങ്ങ് സ്ഥിരമാക്കിയാലോ എന്ന്. അന്നേരം ഞാനിനി ഇവിടെയും കൂടെ വന്ന് വേലക്കാരിയായിട്ട് നിൽക്കണോ എന്ന് ചോദിക്കുമ്പം മനു പറയും, അതല്ലടി, വേറെ പല മാർഗ്ഗങ്ങളും ഉണ്ടല്ലോ. എൻ്റെ തലയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്നിങ്ങനെ പറയുവാണ് എന്ന് പറയും. അന്നേരം അങ്ങനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ എന്ന് അലീന പറയുന്നുണ്ട്. അന്നേരം മനു പറയുവാണ്, നമ്മളെ അകന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഒന്നും അങ്ങ് വർക്കാകാത്തത്, അടുത്ത് നിന്നാൽ ശരിയാകുമെന്ന് ഓരോരുത്തർ പറയുന്നത് എന്ന് പറയുമ്പം അങ്ങനെ പറയുന്നത് ആരാ എന്ന് ചോദിക്കും. അന്നേരവും മനു പറയുന്നുണ്ട്, അതെല്ലാം എൻ്റെ തലയിൽ വന്ന് ഓരോരുത്തർ പറയുന്നതാണ് എന്ന്. അത് കഴിഞ്ഞ് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു. ഇനി എന്താ പരിപാടി എന്ന് മനു ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോകണം മനുവേട്ടാ, ഞാൻ പോയാലേ കാര്യങ്ങൾ ശരിയാകുള്ളൂ എന്ന്. അന്നേരം മനു ചോദിക്കും, നീ പോയ കാര്യങ്ങൾ ശരിയാകുമോ, നിനക്ക് ഉറപ്പുണ്ടോ എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അതെനിക്കറിയത്തില്ല, പക്ഷേ ഇപ്പം ഇവിടുത്തെ പ്രശ്നം ഞാനാണ് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് പോയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ മാഡം ഇനി തിരിച്ച് ആ വീട്ടിലോട്ട് വരുള്ളൂ. ഞാൻ കാരണം ഒരിക്കലും കൃഷ്ണയ്ക്കും ഭവതിക്കും രോഹിത്തിനും അവരുടെ അമ്മയെ നഷ്ടപ്പെടരുത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് മനുവിനെ. അന്നേരം മനു ഇങ്ങനെ മുഖം വീർപ്പിച്ച് പോയി ആ ഊഞ്ഞാലെ തന്നെ ഇരിക്കുക. അന്നേരം അത് എന്താ മനുവേട്ടന് വിഷമമായോ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു ചോദ്യം ചോദിക്കാമായിരുന്നല്ലോ എന്ന്. അന്നേരം അലീന പറയും, ഞാനങ്ങനെ ചോദിച്ചിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ, ചോദിച്ചായിരുന്നേ മനുവേട്ടൻ സമ്മതിക്കുമായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നോട് എന്നൊരു സമാധാനവും എനിക്കുണ്ടായിരുന്നു, ഇതിപ്പോൾ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനം എടുത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുവാണ്, ഞാൻ സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ടൊന്നുമില്ല, ഇവിടുന്ന് പോകണം എന്നൊരു കാര്യം മാത്രമേ എൻ്റെ മനസ്സിൽ കിടന്ന് മട്ടം കറങ്ങുന്നുള്ളൂ, എങ്ങോട്ട് എങ്ങനെ എന്ന് എനിക്കൊരു ഇതുവരെ തീരുമാനമായിട്ടില്ല, ആ ഒരു കാര്യത്തിൽ മനുവേട്ടൻ എന്നെ സഹായിക്കണം എന്ന് പറയും. അന്നേരം മനു ചോദിക്കും, ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന്. അന്നേരം അലീന പറയുവാണ്, ഞാൻ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു ജോലി എവിടെന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിക്കുന്നു. അന്നേരം നോക്കാം എന്നിങ്ങനെ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ മനു പറയുക. അന്നേരം അലീന, ഉപേക്ഷ വിചാരിക്കരുത് കേട്ടോ മനുവേട്ടാ, നോക്കണം എന്ന് പറയുമ്പം നോക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോകാൻ തുടങ്ങുമ്പം മനു ഇങ്ങനെ വിഷമിച്ചിരിക്കുമല്ലേ. അന്നേരം മനുവേട്ടൻ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ ഓക്കെ അല്ല, കഴിഞ്ഞ ദിവസം രഞ്ജു എന്നോട് ചോദിച്ചു ഓക്കെ ആണോ എന്ന്. അവളോട് ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ നുണ പറഞ്ഞു, പക്ഷേ നിന്നോട് സത്യം പറയാം, ഞാൻ അത്ര ഓക്കെ അല്ല, എന്ത് കാണിച്ചാൽ ഞാൻ ശരിയാകുമെന്നും എനിക്കറിയത്തില്ല എന്ന് പറയുവാണ്. അന്നേരം അലീന ഇങ്ങനെ കുറച്ച് നേരം നോക്കി എന്നിട്ട് കൈ ഇങ്ങനെ നീട്ടുവേ. അന്നേരത്തേക്കും അലീനയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കാൻ വരുവാണ് മനു. അന്നേരം കൈ തരാനല്ല, ആ കപ്പുങ്ങ് താട്ട്, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുക. അന്നേരം മനുവിന് അത് ഇഷ്ടപ്പെടുകയല്ലേ, ഇതിന് വലിയ ഭാരമൊന്നുമില്ലല്ലോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നോളാം, തരുന്നില്ല എന്ന് പറയുവാണ്. അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങ് പോകുന്നു. അന്നേരം മനു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ആ കൈ തന്നാലിപ്പോൾ എന്തായിരുന്നു കുഴപ്പം, ഒരു കൈ തന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഓക്കെ ആയേനേലോ, അതും തന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ ഒരു പരിഭവത്തോടെ ഇരിക്കുവാണ്. രസമുണ്ട് രണ്ടുപേരുടെയുള്ള സീനൊക്കെ കാണാൻ. പിന്നെ കാണിക്കുന്നത് രാവിലെ കൃഷ്ണമോൾ എഴുന്നേറ്റ് വരുന്നതാണ്. കൃഷ്ണമോൾ എഴുന്നേറ്റ് വന്നിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അലീന ചേച്ചി എന്നിങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അലീന വന്നിട്ട്, നീ എന്നതാ ഈ കാണിക്കുന്നത്, ഇത് നമ്മുടെ കടപ്പാട്ടൂർ വീടല്ല, ഇത് വീട് വേറെയാണ്, ആ കാര്യം നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം കൃഷ്ണമോൾ പറയും, വീട് വേറെയാണ്, പക്ഷേ അലീന ചേച്ചി ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചെവി പിടിച്ച് കിഴുക്കുമെന്ന്. എന്നിട്ട് വന്ന് ചായ ഒഴിച്ചു കൊടുക്കുന്നു. അന്നേക്കും ഭവിത വരും. അന്നേരം ഭവിത ചോദിക്കും, അതെന്താ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ചായ ഉള്ളൂ എന്ന്. അന്നേരം നീ ഇങ്ങോട്ട് വന്നില്ലല്ലോ, അതുകൊണ്ടാണ് നിനക്ക് തരാണ്ടിരുന്നത് എന്ന് പറയും. എന്നിട്ട് അവിടെ ഇരുന്ന് ഭവിതയ്ക്കും ചായ കൊടുക്കുന്നു. അതിനുശേഷം അലീന ചോദിക്കുന്നുണ്ട്, ഇനി എന്താ പരിപാടി, നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തോ എന്ന്. അന്നേരം ഭവിത കൃഷ്ണമോളെ നോക്കുക. അന്നേരം കൃഷ്ണമോൾ, എന്തിനാ എന്നെ നോക്കുന്നത്, ഭവിത ചേച്ചിയല്ലേ മൂത്തത്, ചേച്ചിയല്ലേ തീരുമാനം എടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം, അതെ, എന്നേക്കാൾ 2-3 വയസ്സ് മൂപ്പേ നിനക്കുള്ളൂ, ഞാനും നീയും ഒരുപോലെ, അതങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ, ഓഹോ, ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയോ, വീട്ടിലായിരിക്കുമ്പം പറയാറുണ്ടല്ലോ നിന്നേക്ക് മൂത്തതാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ നടപ്പിലാക്കണം, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചോണം എന്നൊക്കെ, ഇപ്പം അങ്ങനെയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഭവിത പറയും, അത് നമ്മുടെ വീട്, ഇത് വേറെ വീട്, ആ ഒരു ബോധം വേണം എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേക്കും അങ്ങോട്ടേക്ക് രോഹിത്ത് വരും. അപ്പോൾ രോഹിത്ത് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കും. സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് അലീന ചേച്ചിക്ക് എന്ന് പറയും. അന്നേരം ഭവിത ചോദിക്കും, അതെന്തിനാണ് ചേച്ചിക്ക് സ്പെഷ്യലായിട്ടൊരു ഗുഡ് മോർണിംഗ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ചായ വേണം, അത് നീ തരുമല്ലോ, അത് അലീന ചേച്ചി അല്ലേ തരുവുള്ളൂ എന്ന് രോഹിത്ത് പറയുന്നു. അങ്ങനെ രോഹിത്തിനും ചായ കൊടുക്കും. എന്നിട്ട് ഇനി എന്താണ് പരിപാടി എന്ന് ചോദിക്കുമ്പം രോഹിത്ത് പറയുവാണ്, ഇപ്പം ശരിക്കും നമ്മൾ കടപ്പാട്ടുകാരാണ് ഈ വീട്ടിൽ കൂടുതലുള്ളത്, അവർ 4 പേരേ ഉള്ളൂ, നമ്മൾ
നമ്മൾ 5 പേരുണ്ട്, നമ്മൾ ഈ വീടിൻ്റെ ഭരണം അങ്ങ് പിടിച്ചെടുക്കണം, അപ്പം വേറെ നിവൃത്തിയില്ലാതെ അവർ നമ്മളെ ഇവിടുന്ന് അടിച്ചിറക്കിക്കോളും, അമ്മ ഉൾപ്പെടെ എന്നാണ് രോഹിത് പറയുന്നത്. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് രഞ്ജു വരുന്നത്. അപ്പോൾ രഞ്ജു ചോദിക്കും എന്താ പ്ലാൻ എന്ന്. എന്നിട്ട് ഇത് തന്നെ രോഹിത് പറയും, നിങ്ങളുടെ വീട് പിടിച്ചെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കണം എന്ന് പറയുമ്പോൾ മിക്കവാറും അത് തന്നെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ റൂം തിരിച്ച് കിട്ടിയേനെ എന്ന് രഞ്ജു പറയുന്നുണ്ട്. ഏതായാലും അലീന രഞ്ജുവിനുള്ള ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം ശിവൻ രാവിലെ എഴുന്നേറ്റു കേട്ടോ. പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ടും കട്ടിലേന്ന് എഴുന്നേൽക്കുന്നില്ല കമല. അന്നേരം കമലയോട് ചോദിക്കും, നീ എന്നെ കിടപ്പായി കിടക്കുന്നത്, എനിക്കൊരു ചായ വേണം, നീ എഴുന്നേക്കാത്ത എന്താ, ഈ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ ഉള്ള കാര്യം നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കമല പറയുവാണ്, ഈ വീട്ടിലുള്ളത് ഗസ്റ്റ് അല്ല ഗോസ്റ്റുകളാണ്, അതുങ്ങളെ ഇന്ന് രാവിലെ തന്നെ ഇവിടുന്ന് കെട്ടിക്കുവാണെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് അടുക്കളയിൽ കയറത്തേയില്ല, ബെഡ് റെസ്റ്റ് ആണ്, ഈ കട്ടിലേന്ന് ഞാൻ എഴുന്നേക്കില്ല എന്ന് പറയും. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കാം, നിന്നെ ആരും ശല്യം ചെയ്യേണ്ട എന്ന്. അന്നേരം എന്നെ പട്ടിണിക്കിടാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പം അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ കാര്യങ്ങൾ നടക്കണ്ടേ, നമുക്ക് പട്ടിണി കിടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം എന്ത് കാണിച്ചാലും വേണ്ടില്ല, ഞാൻ ഇന്ന് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആരും കഴിക്കുകയില്ല എന്ന് പറയും. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവൻ വന്ന് ഡോറ് തുറക്കുന്നതേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണമോള് വരുന്നു. കയ്യിൽ 2 കപ്പ് ചായയൊക്കെ ഉണ്ട്. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ശിവന് 1 കപ്പ് ചായ കൊടുക്കും. അത് കഴിഞ്ഞ് കമലയുടെ അടുത്ത് ചെന്നിട്ട് ചായ എടുക്കാൻ പറയുക, അതവിടെ അങ്ങ് വെച്ചേരെ എന്നിങ്ങനെ ഇഷ്ടമില്ലാതെ പറയുക. അന്നേരം ഇത് എടുക്കുന്നേ ബെഡ് വരെ കൊണ്ട് തന്നില്ലേ ഞാൻ, ഇനി അത് എടുക്കുന്നതല്ലേ മര്യാദ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട, അവിടെ വെച്ചേരെ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ കുടിച്ചോളാം എന്ന് പറയുന്നു കമല. കമലയുടെ ഇഷ്ടക്കേട് മൊത്തം ആ സംസാരത്തിലുണ്ട്. അപ്പോഴത്തേക്കും ചെറിയ എന്തോ സ്നാക്സ് പോലത്തെ സാധനമായിട്ട് ബബിത വരും. അന്നേരം ശിവൻ ചോദിക്കും, ഇത്ര രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ എന്ന്. അന്നേരം ഇത് ചെറിയൊരു സ്നാക്സ് പോലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്, വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ദോശയും ചട്നിയും ഇഡ്ഡലിയും ചട്നിയും പൂരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒന്ന് മാർക്കറ്റിൽ പോകണം, ചിക്കൻ മേടിക്കണം, മട്ടൻ മേടിക്കണം എന്ന് പറഞ്ഞ് കുറേ ലിസ്റ്റ് അങ്ങ് പറയുവാണ് ബബിത. അന്നേരം ഇതെല്ലാം കേട്ട് കമലയുടെ കണ്ണ് തള്ളി വന്നുണ്ട്. അന്നേരം ഇതൊക്കെ എന്തിനാ എന്ന് ശിവൻ ചോദിക്കുമ്പം ഇന്നിവിടെ ഫുഡ് ഫെസ്റ്റ് നടത്താൻ പോവാം, ഞങ്ങളെല്ലാവരും കൂടെ അടുക്കള പിടിച്ചടക്കി ഇന്ന് ഞങ്ങളാണ് പാചകം ചെയ്യുന്നത് എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് ശിവൻ പറയും. അത് കഴിഞ്ഞ് ചായ അവിടെ വെച്ചിട്ട് കൃഷ്ണമോളും ബബിത കൊണ്ടുവന്ന സാധനം അവിടെ വെച്ചിട്ട് ബബിത അവർ രണ്ടുപേരുടെ അങ്ങ് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും കമല ചോദിക്കും, ഇതെന്താ ഉദ്ദേശം, വെട്ടുകിളി കൂട്ടം എല്ലാം കൂടെ നമ്മുടെ വീട് മുടിപ്പിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ശിവൻ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. ചായം കുടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നു. പിന്നെ കാണിക്കുന്നത് എല്ലാവരുടെ വീടിൻ്റെ ഫ്രണ്ടിലിരിക്കും കേട്ടോ മക്കളെല്ലാവരുടെ, എങ്ങനെ വൈജയന്തിയെ ഈ വീട്ടിൽ നിന്ന് ചാടിക്കാം, കടപ്പാട്ടൂരേക്ക് കൊണ്ടുപോകാം എന്ന് അവർ വീണ്ടും ചർച്ച നടത്തുന്നു. അന്നേരം ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മനു വരുന്നത്. അന്നേരം മനു ചോദിക്കും, എന്താ ഇവിടെ ഒരു ഡിസ്കഷൻ, ഇതുവരെ ഇത് തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പം അല്ല, അമ്മ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണ്ടേ, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പറയും. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ എന്ന്. അന്നേരം രോഹിത്, അല്ല ഈ മനുഷ്യൻ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബുള്ള മനുഷ്യനായിരുന്നല്ലോ, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ, നിങ്ങൾ മോട്ടിവേഷൻ സ്പീക്കർ സ്ഥാനമൊക്കെ രാജിവെച്ചോ എന്ന് ചോദിക്കും. അന്നേരം മനു പറയുവാണ്, എന്തെങ്കിലും നടക്കാൻ 1% ചാൻസ് ഉണ്ടെങ്കിലേ ഞാൻ ആ റിസ്ക് എടുക്കാറുള്ളൂ, ഇവിടെ ഈ കാര്യത്തിൽ ആൻറ്റിയുടെ കാര്യത്തിൽ അത് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അന്നേരം ഞങ്ങളിവിടെ നിൽക്കുന്ന വെറുതെ ആകുമോ മനുവേട്ട എന്ന് ബബിത ആകെ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അന്നേരം മനു പറയും, ആൻറ്റിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാലോ, പറഞ്ഞ് മനസ്സിലാക്കി ഇവിടുന്ന് കൊണ്ടുപോവുക എന്നത് നടക്കുന്ന കാര്യമല്ല, പിന്നെ ആൻറ്റി ഇവിടുന്ന് ഇറങ്ങിയാലും ഉടനെയൊന്നും അങ്ങോട്ട് കടപ്പാട്ടൂരിലേക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല, ആൻറ്റി ആ വീട്ടിലോട്ട് വരണമെങ്കിൽ അവിടുത്തെ ചില സാഹചര്യങ്ങൾ മാറണം, അത് നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ എന്ന് പറയും. അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ലേ എന്ന് ബബിത ചോദിക്കുമ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നടക്കാൻ ചാൻസ് ഇല്ല, എങ്കിലും ശ്രമിച്ചു നോക്കുക എന്ന് പറയുന്നു. അന്നേരം ഇത്തിരി വിഷമത്തോടെ ബബിത ചോദിക്കുക, അലീന ചേച്ചി അമ്മ അങ്ങോട്ട് വരാൻ വേണ്ടി അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് പോകണം എന്നാണോ മനുവേട്ടൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പം അല്ലാതെ വേറെ ഒരു സാഹചര്യം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് മനു ചോദിക്കും. അന്നേരം രോഹിത്, അതെ നമുക്ക് അച്ഛനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാലോ, എന്നിട്ട് ഇവിടെ ഇരുന്ന് എല്ലാവരുടെ ഒരുമിച്ച് ഡിസ്കഷൻ നടത്തി ഒരു തീരുമാനം എടുത്താലോ, അപ്പോൾ അമ്മ അനുസരിച്ചാലോ എന്നൊക്കെ ചോദിക്കും. അന്നേരവും മനു പറയുന്നുണ്ട്, അതും സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല, പിന്നെ വെറുതെ ശ്രമിച്ചു നോക്കാവുന്നേ ഉള്ളൂ എന്ന്. അദ്ദേഹം ദേഷ്യം വരും ബബിതയ്ക്ക്, പിന്നെ എന്നതിന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഡിസ്കഷൻ നടത്തി സമയം കളയുന്നേ, അലനിച്ചിച്ച് അടുക്കളയിൽ തന്നെയുള്ളൂ, ബാ കൃഷ്ണ നമുക്ക് അടുക്കളയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ബബിത കൃഷ്ണമോളും കൂട്ടി അടുക്കളയിലേക്ക് പോകുന്നു. അന്നേരം മനു, അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നില്ലേടാ എന്നിങ്ങനെ രോഹിത്തിനോട് ചോദിക്കുക. രോഹിത്ത് പറയുന്നുണ്ട്, അവൾക്ക് ഭയങ്കര വിഷമമുണ്ടെന്നേ, അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന്. ഇനി എന്തെങ്കിലും ഡിസ്കഷൻ നടത്തി ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് രോഹിത്ത് ചോദിക്കുമ്പോൾ അതൊക്കെ നടക്കുമോ എന്നറിയത്തില്ല, നമുക്ക് നോക്കാം, നീ ഇപ്പോൾ റൂമിലേക്ക് വാ എന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അന്നേരം രഞ്ജു പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ റൂം കിട്ടിയല്ലേ, നിങ്ങൾ എങ്ങനെയെങ്കിലും ആൻറ്റി ഇവിടുന്ന് ചാടിക്കുമായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ റൂം കിട്ടിയേനെ എന്ന്. അന്നേരം നമുക്ക് നോക്കാം, നീ വാ എന്ന് പറഞ്ഞ് അവർ 3 പേരൂടെ എഴുന്നേറ്റ് പോകുന്നു.
പിന്നെ കാണിക്കുന്നത് അടുക്കളയാണ്. അടുക്കളയിൽ നമ്മുടെ കൃഷ്ണമോള് തേങ്ങ ചിരണ്ടുന്നു. അതുപോലെ പുട്ടിനുള്ള പൊടിയാണെന്ന് തോന്നുന്നു. ബബിത കുഴയ്ക്കുന്നുണ്ട്, അരി ഇടുന്നുണ്ട് അലീന. അങ്ങനെ അവർ അടുക്കള അങ്ങ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിലേക്ക് വൈജയന്തി വരുന്നത്. എന്നിട്ട് ഇവിടെ എന്താ പരിപാടി എന്ന്. അന്നേരം നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അതിനുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പം അതിന് നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത്, കമലയിടത്തോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ അടുക്കളയിൽ കയറിയത് എന്ന് ചോദിക്കും. അന്നേരം ബബിത പറയുവാണ്, ഇത് തറവാടല്ലേ, പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഭക്ഷണം കഴിക്കണം, വിശക്കുന്നുണ്ട്, അതുകൊണ്ട് അടുക്കളയിൽ കയറി ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പം അതാ പറഞ്ഞത്, നിങ്ങളിങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കമലയിടത്തേക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന്. എന്നിട്ട് കമലയിടത്ത് എന്ത് ചെയ്യുന്നു ചോദിക്കും. അന്നേരം ആൻറ്റിക്ക് എന്തോ പനിയോ നടുവേദനയോ എന്തോ ആണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഗസ്റ്റ് ഈ വീട്ടിലുള്ള സ്ഥിതിക്ക് അടുക്കളയിലേക്ക് വരേണ്ടതല്ലേ, അടുക്കളയിലേക്ക് വന്നില്ല, കട്ടിലയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, കമലയിടത്തേക്ക് നിങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ്, അതിൻ്റെ കൂടെ നിങ്ങൾ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കമലയിടത്തെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഭക്ഷണം കഴിക്കണം, അതിനുവേണ്ടി ഞങ്ങളിത് ഉണ്ടാക്കുവാണ്. പിന്നെ അടുത്ത ഏതാ ഹോസ്പിറ്റലുള്ളത് എന്നൊന്ന് നോക്കി വെച്ചേക്കണം, കാരണം പല പരീക്ഷണങ്ങളും ഞങ്ങൾ നടത്തും, അതിൽ ആർക്കൊക്കെയാണ് കുഴപ്പം പറ്റുന്നത് എന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് മുൻകൂട്ടി അറിയിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുവാണ്. അന്നേരം വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. വൈജയന്തി ചോദിക്കും, നിങ്ങൾക്ക് സ്കൂളും കോളേജും ഒക്കെ ഉള്ളതല്ലേ, അവിടെ പോകണ്ടേ, പഠിക്കണ്ടേ, ഇവിടെ നിന്നാൽ മതിയോ എന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട്, ഞങ്ങൾ സ്കൂളിലെ പ്രിൻസിപ്പലിനോടും അതുപോലെ കോളേജിലെ പ്രിൻസിപ്പലിനോടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് അടച്ചിട്ടേരെ, ഞങ്ങൾ ഇവിടുന്ന് വന്നതിന് ശേഷം അത് തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അന്നേരം എന്നോട് മത്സരിക്കാൻ നിൽക്കരുത്, നിങ്ങൾ തോറ്റു പോകുമെന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, തോറ്റു പോകട്ടെ, നീ പഠിച്ചിട്ട് എന്നെ കാണിക്കാനാ, അതുകൊണ്ട് പഠിക്കുന്നില്ല, തോറ്റു പോകട്ടെ, തോക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ ബബിത നീ പറയുന്നത് കേൾക്ക് എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, ഞങ്ങൾ തോറ്റു പോട്ടോമേ, ഞങ്ങൾ തോക്കാൻ തയ്യാറായ ഇവിടെ നിൽക്കുന്നത് എന്ന്. അന്നേരം ദേഷ്യം വന്നിട്ട് വൈജയന്തി പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് ഇത്തിരി ടെൻഷനോടെ നിൽക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. അലീനയെ ഇടയ്ക്ക് നോക്കി പേടിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈജയന്തി. ഏതായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ അലീനയെ വിളിച്ച് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന് ഷെറിൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ്, കൂടെ ടോണിച്ചായനും ഉണ്ട് എന്ന്. ഏതായാലും ടോണി വന്നു കഴിയുമ്പം മാമച്ചായൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നാളും ഒരു ദിവസം ആ വീട്ടിൽ പോയതാണ്, അന്ന് ഇത്തിരി രസക്കേടോടെയാണ് ഇറങ്ങിപ്പോകുന്നത്, ഇന്നും പ്രശ്നം ഉണ്ടാകുമായിരിക്കും എന്ന് പറയുമ്പം ടോണി പറയാതെ സാരമില്ല എന്ന്. ഏതായാലും അവരവിടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഇറങ്ങി വരുന്നത് ആൻസിയും അതുപോലെ ആൽബിച്ചനുമാണ്. അവർക്ക് അങ്ങ് ഇഷ്ടപ്പെടുകയില്ല. ആൽബിച്ചൻ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ഒരു വർഷം മുമ്പ് ഇവിടെ കൊണ്ടേ വലിച്ചെറിഞ്ഞിട്ട് പോയതാണ് ഷെറിനെ, എന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ടോണി മാത്രമേ അകത്തോട്ട് കയറി ചെന്നുള്ളൂ കേട്ടോ. അതുപോലെ ടോണിയെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ഷെറിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. ടോണിക്ക് ഇത്തിരി വിഷമമൊക്കെ ആവുന്നുണ്ട്. അതുപോലെ നമ്മുടെ രേവതിക്കുട്ടിയും മാമച്ചായനും ഒന്നും അവരാരും വീടിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയില്ല, കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു. അന്നേരമാണ് ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നതും ജീപ്പിൽ നിന്ന് ഒരു പ്രായമായ കാർന്നോർ ഇറങ്ങുന്നതും. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, അതാണ് ഷെറിൻ്റെ അച്ഛൻ എന്ന്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ കഥയായിട്ട് കാണിച്ചത്.